വെൽക്കം ബാക്ക് ഡിയർ ചിൽഡ്രൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിലേഷൻസ് പറഞ്ഞു. ഇനി നമുക്ക് അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് 1, 2, 3 given by r equal to ordered pair 1, 1, 2, 2, 3, 3, 1, 2, 2, 3 is reflexive but neither symmetric nor transitive. അതായത് ഇവിടെ ഒരു റിലേഷൻ R തന്നിട്ടുണ്ട്, ഒരു സെറ്റ് 1, 2, 3 എന്ന് പറഞ്ഞ സെറ്റും തന്നിട്ടുണ്ട്. അതിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന റിലേഷൻ ആറും പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ദിസ് ഇസ് റിഫ്ലെക്സീവ്. ഇത് റിഫ്ലെക്സീവ് ആണ്, ബട്ട് നെയ്തർ സിമെട്രിക് നോർ ട്രാൻസിറ്റീവ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. റിഫ്ലെക്സീവ് ആണെങ്കിലുള്ള കണ്ടീഷൻ നമുക്കറിയാം. എന്താണ് റിഫ്ലെക്സീവിന്റെ കണ്ടീഷൻ എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. റിഫ്ലെക്സീവ് ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ? A, A belongs to R for every A belongs to A എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് A എന്ന് പറയുന്ന ഏതൊരു സെറ്റിലെ ഏതൊരു എലമെന്റ് എടുത്താലും ഓർഡേർഡ് പെയർ A, A എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാവണം, ആറിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഇതിന് എന്തെന്ന് പറയുന്നത്? റിഫ്ലെക്സീവ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ റിഫ്ലെക്സീവ് ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ആദ്യമായിട്ട് തന്നെ തന്നിരിക്കുന്ന സെറ്റ് ഞാൻ A എന്ന് കൊടുക്കുകയാണ്. ലെറ്റ് A is equal to സെറ്റ് 1, 2, 3. Then R define ചെയ്തിട്ടുണ്ട്. R is equal to set of all ordered pairs 1, 1, 2, 2, 3, 3, 1, 2, 2, 3. ഇതാണ് R ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്കിവിടെ ഞാനിപ്പോ ഇവിടെ 1 എന്ന A എന്നൊരു എലമെന്റ് 1 എന്ന് പറയുന്ന എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ 1, 1 എന്ന് പറയുന്നത് എവിടെയുണ്ട്? ആറിലുണ്ട്. നോക്കൂ, 1, 1 എന്ന് പറയുന്ന ആറിലുണ്ട്. നെക്സ്റ്റ് 2 എന്ന് പറയുന്ന എലമെന്റ് എടുത്താൽ 2, 2 എന്ന് പറയുന്നതും എവിടെ വരുന്നുണ്ട്? ആറിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. 2, 2 ഉണ്ട്. നെക്സ്റ്റ് ഞാൻ 3 എടുത്താൽ 3 എന്ന് പറയുന്ന എലമെന്റ് എടുത്താൽ ഓർഡേർഡ് പെയർ 3, 3യും എവിടെ വരുന്നുണ്ട്? ബിലോങ്സ് ടു R ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ച കണ്ടീഷൻ അനുസരിച്ച് A, ബിലോങ്സ് ടു R ഫോർ എവറി A ബിലോങ്സ് ടു A ആണെങ്കിൽ ഇതെന്താണ്? റിഫ്ലെക്സീവ് ആണ്. സോ ഇവിടെ അങ്ങനെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. A എന്ന് പറയുന്ന സെറ്റിലെ ഏതൊരു എലമെന്റ് എടുത്താലും അതുമായിട്ട് തന്നെ പെയർ ആയിട്ട് നമുക്ക് ആ റിലേഷനിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. 1 എന്ന് പറയുന്നത് 1, 1 ഉണ്ട്. 2 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ 2, 2. 3 എന്ന് എടുക്കുമ്പോൾ 3, 3യും എവിടെ ഉണ്ട്? ആറിലുണ്ട്. സോ നമുക്ക് പറയാം therefore R is reflexive. R is reflexive. റിഫ്ലെക്സീവ് ആണെന്ന് നമുക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് പറയേണ്ടത് എന്താണ്? സിമ്മട്രിക്കും അല്ല ട്രാൻസിറ്റീവും അല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സിമ്മട്രിക് അല്ലെങ്കിൽ ഉള്ള കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. A, B ബിലോങ്സ് ടു R ആണെങ്കിൽ A, B ബിലോങ്സ് ടു R ആണെങ്കിൽ എന്ത് വരണം? ഇതിന് മറിച്ചിടുമ്പോൾ ഉള്ള ഓർഡേർഡ് പെയർ ആയ B, Aയും ബിലോങ്സ് ടു R ആയിരിക്കണം. അപ്പൊ ഞാനിപ്പോ ഇതിനകത്തുനിന്ന് 1, 2 എന്ന് പറയുന്ന ഒരു ഓർഡേർഡ് പെയർ ഞാൻ ആറിൽ നിന്ന് എടുക്കുകയാണ്. 1, 2 ബിലോങ്സ് ടു R ആണ്. 1, 2 ബിലോങ്സ് ടു R. ബട്ട് ഇതിനെ മറിച്ചിടുമ്പോൾ ഉള്ള 2, 1 എന്ന് പറയുന്നത് മറിച്ചിടുമ്പോൾ ഉള്ള 2, 1 എന്ന് പറയുന്നത് ഇതിനകത്തുണ്ടോ? ആ ഓർഡേർഡ് പെയർ ആറിൽ വരുന്നുണ്ടോ? ഇല്ല. ഡസ് നോട്ട് ബിലോങ്സ് ടു R ആണ്. ഡസ് നോട്ട് ബിലോങ്സ് ടു R. അപ്പൊ ഇതെന്തല്ല? സിമ്മട്രിക് അല്ല. therefore ഇതെന്തല്ല? R is not symmetric. R is not symmetric. സിമ്മട്രിക് അല്ല എന്ന് പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതെന്തല്ല എന്ന് കൂടി പ്രൂവ് ചെയ്യണം. ട്രാൻസിറ്റീവ് അല്ല എന്ന് കൂടി പ്രൂവ് ചെയ്യണം. ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ട്രാൻസിറ്റീവ് ആവണമെങ്കിലുള്ള കണ്ടീഷൻ? ഇഫ് A, B എന്ന് പറയുന്നത് ആറിലുണ്ട്, B, Cയും ആറിലുണ്ടെങ്കിൽ A, Cയും എവിടെ ഉണ്ടായിരിക്കണം? ആറിലുണ്ടായിരിക്കണം. നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം, അങ്ങനെ വരുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പൊ ഫസ്റ്റ് ഇതിനകത്ത് ഈ തന്നിരിക്കുന്ന റിലേഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു ഓർഡേർഡ് പെയർ എടുക്കുക. ഇപ്പൊ ഈ തന്നിരിക്കുന്ന ആറിൽ നിന്ന് 1, 2 എന്ന് പറയുന്ന ഒരു ഓർഡേർഡ് പെയർ എടുക്കുകയാണ്. അപ്പൊ 1, 2 ബിലോങ്സ് ടു R ആൻഡ് ഇനി 2ൽ തുടങ്ങുന്ന വേറൊരു ഓർഡേർഡ് പെയർ എടുക്കുക. 2ൽ തുടങ്ങുന്ന 2, 2 ഉണ്ട്, 2, 3 ഉണ്ട്. ഞാൻ 2, 3 എടുക്കുകയാണ്. ആൻഡ് 2, 3 ബിലോങ്സ് ടു R. 2, 3 ബിലോങ്സ് ടു R. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് A, B ആറിലുണ്ട്, B, C ആറിലുണ്ടെങ്കിൽ A, Cയും ആറിലുണ്ടാവണം. അപ്പൊ ഇവിടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 1, 2, 2, 3 അങ്ങനെയാണെങ്കിൽ എന്താണ്? 1, 3 വരും. ബട്ട് 1, 3
does not belongs to R. നോക്കിയേ 1,3 എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന റിലേഷനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ? 1,3 എന്ന് പറയുന്ന ഒരു ഓർഡർഡ് പെയർ ഇതിലുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് പറയാം എന്താണ് ഇതെന്തല്ല, therefore R is not transitive. R is not transitive. റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക്കും അല്ല, ട്രാൻസിറ്റീവും അല്ല. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിളിലോട്ട് പോകാം. Of all lines in a plane and R be the relation defined as R is equal to set of all ordered pairs L1, L2 such that L1 is perpendicular to L2. Show that R is symmetric but neither reflexive nor transitive എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് L എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ലൈൻസ് ഇൻ എ പ്ലെയിൻ ആണ്. L എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ലൈൻസ് ആണ്. L എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ലൈൻസ് ഇൻ എ പ്ലെയിൻ ആണ്. അതാണ് നമ്മുടെ സെറ്റ്. ഇനി റിലേഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? റിലേഷൻ ഇൻ L is defined as R is equal to set of all ordered pairs L1, L2. രണ്ട് ലൈൻസ് എടുത്തിരിക്കുന്നു. Such that L1 is perpendicular to L2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ഓർഡർഡ് പെയർസ് മാത്രം എടുത്തുകൊണ്ടുള്ള റിലേഷൻ ആണ്. രണ്ട് ലൈൻസ് എടുത്തു കഴിഞ്ഞാൽ അത് രണ്ടും എന്തായിരിക്കണം? പെർപെൻഡിക്കുലർ ആയിരിക്കണം. അങ്ങനെയുള്ള റിലേഷൻ ആണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ഷോ ദാറ്റ് R is symmetric. Show that R is symmetric but neither reflexive nor transitive. നമുക്കിവിടെ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ആദ്യം സിമെട്രിക് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കണം. എന്താണ് സിമെട്രിക്? ഇഫ് A, B ബിലോങ്സ് ടു R, then എന്ത് വരണം? B, Aയും എവിടെ വരണം? Rൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് അതിന് എന്തെന്ന് പറയുന്നത്? സിമെട്രിക് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. നമുക്കിവിടെ എടുക്കാം. ലെറ്റ് L1, L2 belongs to R എന്ന് എടുക്കാം. അതായത് രണ്ട് പെർപെൻഡിക്കുലർ ലൈൻ ആറിൽ നിന്ന് എടുക്കുകയാണ്. രണ്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻസ് ആണ് L1 ഉം L2. ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് വരയ്ക്കാം. L1 ഉം L2 പരസ്പരം എന്താണ്? പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻസ് ആണ്. ഇത് L1 എന്നും ഇത് L2 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ആറിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് രണ്ടും പെർപെൻഡിക്കുലർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? L1 is perpendicular to L2. L1 is perpendicular to L2. കാരണം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് തന്നെ അങ്ങനെയാണ്. L1, L2 എന്ന് പറയുന്ന ഓർഡർഡ് പെയർ എടുത്തു കഴിഞ്ഞാൽ, റിലേഷനിലുള്ള ഓർഡർഡ് പെയർ എടുത്തു കഴിഞ്ഞാൽ അത് പരസ്പരം എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ L1, L2 ആറിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എഴുതാം L1 is perpendicular to L2. നോക്കിയേ, ഈ L1 എന്ന് പറയുന്നത് L2ന് പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ തിരിച്ചും പറഞ്ഞൂടെ? L2 എന്ന് പറയുന്നത് എന്തിന് പെർപെൻഡിക്കുലർ ആണെന്ന്? L1ന് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞൂടെ? അപ്പൊ ഞാൻ ഇതിനെ ഒന്ന് ജസ്റ്റ് തിരിച്ച് എഴുതിയാണ്. L2 എന്ന് പറയുന്നത് L1ന് പെർപെൻഡിക്കുലർ ആണ്. രണ്ടും സെയിം അല്ലേ? L1 L2ന് പെർപെൻഡിക്കുലർ ആവുമ്പോൾ L2 L1നും പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ നമുക്ക് ഇതിനെ തിരിച്ചു പറയാം. L2 എന്ന് പറയുന്നത് L1ന് പെർപെൻഡിക്കുലർ ആണ്. അതായത് നമുക്ക് ഇതിനെ ഓർഡർഡ് പെയർ ആക്കി പറയുമ്പോൾ എങ്ങനെ പറയാം? L2, ഓർഡർഡ് പെയർ L2, L1 എന്ന് പറയുന്നത് എവിടെയുണ്ട്? Rൽ ഉണ്ട്. അതാണ് നമ്മുടെ സിമെട്രിക്കിന്റെ കണ്ടീഷൻ തന്നെ. L1, L2 എന്ന് പറയുന്നത് Rൽ ഉണ്ടെങ്കിൽ അതിനെ മറിച്ച് എഴുതുമ്പോൾ കിട്ടുന്ന L2, L1ഉം നമുക്ക് എവിടെ ഉണ്ടെന്ന് കാണണം? Rൽ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് Rൽ ഉണ്ടെന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് പറയാം therefore R is symmetric. Therefore R is symmetric എന്ന് പറയാം. സിമെട്രിക് ആണെന്ന് കിട്ടി. ഇനി രണ്ട് കണ്ടീഷനും കൂടി ഉണ്ട്. R റിഫ്ലെക്സീവും അല്ല ട്രാൻസിറ്റീവും അല്ല എന്ന് പ്രൂവ് ചെയ്യണം. റിഫ്ലെക്സീവ് ആവണമെങ്കിലുള്ള കണ്ടീഷൻ നമുക്കറിയാം. എന്താണ്? ഇഫ് A, A belongs to R for every element of A എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വന്നാൽ മാത്രമാണ് അതിന് എന്തെന്ന് പറയുന്നത്? റിഫ്ലെക്സീവ് എന്ന് പറയുന്നത്. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരിക്കലും
ഒരു ലൈൻ അതേ ലൈനിന് തന്നെ പെർപെൻഡിക്കുലർ ആവത്തില്ല. ഇപ്പൊ L1, L1 എന്ന് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം L1 തന്നെ പെർപെൻഡിക്കുലർ ആയിട്ട് വരത്തില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന റിലേഷനിലാണെങ്കിൽ രണ്ട് ലൈൻസ് എടുത്തു കഴിഞ്ഞാൽ അത് പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഓർഡർഡ് പെയർസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ L1 എന്ന് പറയുന്നത് L1, L1 എന്ന് പറയുന്നത് എവിടെ വരത്തില്ല? does not belongs to R ആണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ L1 അതേ ലൈനിനോട് തന്നെ പെർപെൻഡിക്കുലർ ആയിരിക്കത്തില്ല. അപ്പൊ നമുക്ക് എഴുതാം എന്തുകൊണ്ടാ L1, L1 does not belongs to R എന്ന് പറയുന്നത്? ബിക്കോസ് നമുക്ക് ഇവിടെ ഉള്ള കണ്ടീഷൻ അനുസരിച്ച് രണ്ട് ലൈൻസും പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കണം. നമുക്ക് എഴുതാം does not belongs to R because L1 is not perpendicular to L2. L2 അല്ല സോറി L1. L1 is not perpendicular to L1. L1 അതേ ലൈനിനോട് തന്നെ എന്താവുന്നില്ല? പെർപെൻഡിക്കുലർ ആവുന്നില്ല. സോ ഇതെന്തല്ല? സോ എന്താണ് നമുക്ക് പറയാം? therefore so relation R is not reflexive. R is not reflexive എന്ന് പറയാം. അപ്പൊ റിഫ്ലെക്സീവ് അല്ല എന്ന് കിട്ടി. ഇനി നമുക്കിത് ട്രാൻസിറ്റീവ് അല്ലാന്ന് കൂടി കാണിക്കണം. ട്രാൻസിറ്റീവ് അല്ലാന്ന്. ഇപ്പൊ ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ എന്താണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? 3 ഓർഡേർഡ് പെയർ ഉണ്ടാവും. A, B belongs to R ആണ്. B, C യും belongs to R ആണെങ്കിൽ A, C യും എവിടെ വരണം? R ൽ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിന് എന്തെന്ന് പറയുന്നത്? ട്രാൻസിറ്റീവ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് L1, L2 എന്ന് പറയുന്നത് R ൽ നിന്ന് എടുക്കാം. അതുപോലെ ആൻഡ് ഇനി L2 ൽ സ്റ്റാർട്ട് ചെയ്യുന്ന അടുത്ത വേണം. L2, L3 എന്ന് പറയുന്നതും ബിലോങ്സ് ടു R ആയിട്ട് എടുക്കാം. 3 ലൈൻസ് എടുത്തു. അതായത് L1 എന്ന് പറയുന്നത് L2 ന് പെർപെൻഡിക്കുലർ ആണ്. L2 എന്ന് പറയുന്നത് L3 ക്ക് പെർപെൻഡിക്കുലർ ആണ്. ജസ്റ്റ് നമുക്കൊന്ന് വരച്ചു നോക്കാം. ഇത് L1. L1 എന്ന് പറയുന്നത് L2 ന് പെർപെൻഡിക്കുലർ ആണ്. L1 എന്ന് പറയുന്നത് L2 ന് പെർപെൻഡിക്കുലർ ആണ്. ഇനി L2 ന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മറ്റൊരു ലൈൻ ആണ് ആരെന്ന് പറയുന്നത്? L3 എന്ന് പറയുന്നത്. അപ്പൊ ഈ ലൈൻ നമുക്ക് L3 ആയിട്ട് എടുക്കാം. ഇത് മൂന്നും എന്താണ്? പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻസ് ആണ്. നമുക്ക് ഇവിടെ L1, L2 belongs to R ആണെങ്കിൽ നമുക്ക് പറയാം L1 perpendicular to L2 and L2, L3 belongs to R ആണെങ്കിൽ നമുക്ക് പറയാം L2 perpendicular to L3. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ അനുസരിച്ച് ട്രാൻസിറ്റീവ് ആവാനുള്ളത് അനുസരിച്ച് L1, L3 എന്ന് പറയുന്നത് എന്താവണം? പെർപെൻഡിക്കുലർ ആവണം. പക്ഷെ നിങ്ങൾ ഈ ലൈൻസ് തന്നിരിക്കുന്ന ലൈൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ തന്നിരിക്കുന്ന ഈ ലൈൻസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ L1 എന്ന് പറയുന്നതും L3 എന്ന് പറയുന്നതും പെർപെൻഡിക്കുലർ അല്ല, പകരം പാരലൽ ആണ്. L1 ന് പെർപെൻഡിക്കുലർ ആണ് L2, L2 ന് പെർപെൻഡിക്കുലർ ആണ് L3. പക്ഷേ ഈ L1 ഉം L3 യും പെർപെൻഡിക്കുലർ അല്ല. അവ രണ്ടും എന്താണ്? പാരലൽ ലൈൻസ് ആയിട്ടാണ് വരുന്നത്. സോ നമുക്ക് പറയാമോ L1 is parallel to L3 ആണ്. L1, L2, L3 പാരലൽ ആയാൽ L1, L3 R ൽ ഉണ്ടാവോ? അങ്ങനെയുള്ള ഏതെങ്കിലും നമ്മൾ എടുത്തിട്ടുണ്ടോ? ഇല്ല. does not belongs to R എന്ന് നമുക്ക് പറയാം. L1, L2 R ലുണ്ട്, L2, L3 R ലുണ്ട് എങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? L1 is perpendicular to L2 and L2 is perpendicular to L3 എന്നാണ്. ഇനി നമ്മുടെ ഈ ഫിഗർ അനുസരിച്ച് നോക്കുമ്പോൾ L1, L2 ന് പെർപെൻഡിക്കുലർ, L2, L3 ക്ക് പെർപെൻഡിക്കുലർ. പക്ഷേ എന്തല്ല? L1 എന്ന് പറയുന്നത് L3 ക്ക് പെർപെൻഡിക്കുലർ അല്ല. L1 എന്ന് പറയുന്നത് L3 ക്ക് പാരലൽ ആണ്. പാരലൽ ആണെന്ന് പറഞ്ഞാൽ L1, L3 എന്ന് പറയുന്നത് എവിടെ ഇല്ല? R ൽ ഇല്ല. ദാറ്റ് മീൻസ് ഇതെന്താണ്? ഈ റിലേഷൻ എന്തല്ല? ട്രാൻസിറ്റീവ് അല്ല. അപ്പൊ നമുക്ക് പറയാം therefore R is not transitive. R is not transitive. R is not transitive. ക്ലിയർ ആയി എന്ന് കരുതുന്നു. നമുക്കിനി നെക്സ്റ്റ് എക്സാമ്പിളിലോട്ട് പോകാം.
ഇതുവരെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യനിൽ രണ്ടെണ്ണം പറഞ്ഞതിൽ ഒന്ന് റിഫ്ലെക്സീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം, പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് അല്ല, സിമെട്രിക് അല്ല എന്നായിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യനിലാണെങ്കിൽ സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണം, റിഫ്ലെക്സീവ് അല്ല, ട്രാൻസിറ്റീവ് അല്ല എന്നും പ്രൂവ് ചെയ്യണം. പക്ഷെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. Let T be the set of all triangles in a plane with R a relation in T given by R equal to set of all ordered pairs T1, T2 such that T1 is congruent to T2. Show that R is an equivalence relation. Equivalence relation ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്കിവിടെ എന്തൊക്കെ പ്രൂവ് ചെയ്യണം? ഈ തന്നിരിക്കുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ അത് എന്ത് റിലേഷൻ ആവൂ? ഇക്വലൻസ് റിലേഷൻ ആവൂ. നമുക്കിവിടെ ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. റിഫ്ലെക്സീവ് ആണെങ്കിലുള്ള കണ്ടീഷൻ നമുക്കറിയാം. എന്താണ് റിഫ്ലെക്സീവ് എന്ന് പറയുന്നത്? എന്താണ്? ഇഫ് എ കോമ എ belongs to R for every A element of A എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സെറ്റിൽ നിന്ന് ഏത് എലമെന്റ് എടുത്താലും ആ ഓർഡേർഡ് പെയർ A, A എന്ന് പറയുന്ന ആറിൽ ഉണ്ടായിരിക്കണം. അപ്പൊ അത് എഴുതുന്നതിന് മുന്നേ, നമുക്ക് പ്രൂവ് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ തന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ലെറ്റ് T be the set of all triangles. T എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് ആണ്, എല്ലാ ട്രയാങ്കിൾസും ഉണ്ട്. പക്ഷെ R എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? R is set of all ordered pairs T1, T2 such that കണ്ടീഷൻ ഉണ്ട് T1 is congruent to T2. കോൺഗ്രുവന്റ് ആയിട്ടുള്ള ട്രയാങ്കിൾസ് മാത്രമേ എടുത്തിട്ടുള്ളൂ നമ്മൾ. T1 is congruent to T2. എല്ലാം ഈക്വൽ ആയിട്ടുള്ള സൈഡ്സും ആംഗിൾസും എല്ലാം ഈക്വൽ ആയിട്ടുള്ള രണ്ട് ട്രയാങ്കിൾസ് ആണ്. അങ്ങനെയുള്ള ട്രയാങ്കിൾസിന്റെ പെയർസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ട്രയാങ്കിൾ 3 ട്രയാങ്കിൾസ് ഞാൻ വരയ്ക്കുകയാണ്. ഇത് ഫസ്റ്റ് ട്രയാങ്കിൾ T1 എന്ന് എടുത്തു. സെക്കൻഡ് ട്രയാങ്കിൾ T2 എന്ന് എടുത്തു. തേർഡ് ട്രയാങ്കിൾ ഞാൻ T3 എന്ന് എടുത്തു. ഇനി റിഫ്ലെക്സീവ് ആണെന്ന് കാണിക്കാനുള്ള കണ്ടീഷൻ എന്താണ്? റിഫ്ലെക്സീവ് എന്ന് പറയുമ്പോൾ ഒരു എലമെന്റ് എടുത്താൽ, തന്നിരിക്കുന്ന സെറ്റിൽ നിന്ന് ഒരു എലമെന്റ് എടുത്താൽ അത് അതിനോട് തന്നെ പെയർ ചെയ്തിട്ട് ഒരു ഓർഡേർഡ് പെയർ ഉണ്ടാവണം. അതായത് എ എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുത്താൽ എ എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ റിലേഷനിൽ ഉണ്ടാവണം. അപ്പൊ നമ്മളിവിടെ T എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്താൽ, അല്ലെങ്കിൽ T1 എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്താൽ ആ T1, T1 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ എവിടെ ഉണ്ടാവണം? അപ്പൊ ഇവിടെ ഞാൻ T1 എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഈ T1 എന്ന് പറയുന്ന ട്രയാങ്കിൾ അതിനോട് തന്നെ കോൺഗ്രുവന്റ് ആണ്. T1 ഈസ് കോൺഗ്രുവന്റ് ടു, നമുക്ക് പറയാം T1 ഈസ് കോൺഗ്രുവന്റ് ടു T1. അത് അതിനോട് തന്നെ കോൺഗ്രുവന്റ് ആണ്. T1 ഈസ് കോൺഗ്രുവന്റ് ടു T1. അതായത് T1, T1 എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവും? ബിലോങ്സ് ടു R ആയിരിക്കും. സോ എന്ത് പറയാം? സോ R ഈസ് റിഫ്ലെക്സീവ്. അപ്പൊ അത് റിഫ്ലെക്സീവ് ആയി. R is reflexive. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സിമ്മട്രിക് ആണ്. സിമ്മട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ സിമ്മട്രിക്കിന്റെ കണ്ടീഷൻ നമുക്ക് ഓർത്തു നോക്കാം. സിമ്മട്രിക് എന്ന് പറയുന്നത് എന്താണ്? ഇഫ് A, B, സിമ്മട്രിക്കിന്റെ കണ്ടീഷൻ എന്തായിരുന്നു? ഇഫ് A, B belongs to R ആണെങ്കിൽ, A, B എന്ന് പറയുന്നത് R ൽ ഉണ്ടെങ്കിൽ B, A എന്ന് പറയുന്നത് എവിടെ കാണണം? R ൽ ഉണ്ടായിരിക്കണം. അതിനെ മറിച്ചിടുമ്പോഴും അത് റിലേഷനിൽ ഉണ്ടായിരിക്കണം. നമുക്ക് ഇവിടെ നോക്കാം. T1, T2 എന്ന് പറയുന്നത് belongs to R ആണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന റിലേഷൻ അനുസരിച്ച് T1 എന്ന് പറയുന്നത് T2വിന് കോൺഗ്രുവന്റ് ആണ്. T1 എന്ന് പറയുന്നത് T2വിന് കോൺഗ്രുവന്റ് ആണ്. ഇനി നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പെർപെൻഡിക്കുലർ ലൈൻസ് പറഞ്ഞതുപോലെ തന്നെ T1 എന്ന് പറയുന്നത് T2വിന് കോൺഗ്രുവന്റ് ആണെങ്കിൽ നമുക്ക് ഇതിനെ തിരിച്ചും പറഞ്ഞൂടെ? T2 എന്ന് പറയുന്നത് എന്തിന് കോൺഗ്രുവന്റ് ആണ്? T1ന് കോൺഗ്രുവന്റ് ആയിരിക്കും. T1 എന്ന് പറയുന്നത് T2വിന് കോൺഗ്രുവന്റ് ആണെങ്കിൽ ഇതിനെ നമുക്ക് തിരിച്ചും പറയാം. T2 എന്ന് പറയുന്നത് T1ന് എന്തായിരിക്കും? കോൺഗ്രുവന്റ് ആയിരിക്കും. അപ്പൊ അതുപോലെ നമ്മൾ ഇവിടെ എഴുതുമ്പോ നമുക്ക് എഴുതാം T2 is congruent to T1. T2 എന്ന് പറയുന്നത് എന്തിന് കോൺഗ്രുവന്റ് ആയി? T1ന് കോൺഗ്രുവന്റ് ആയി. അതായത്
ഇതിനെ നമുക്ക് എങ്ങനെ പറയാം? T2, T1 എന്ന് പറയുന്നത് എവിടെ വന്നു? ബിലോങ്സ് ടു R ആയി. അതായത് T1, T2 Rലുള്ളപ്പോ നമുക്ക് എന്തെന്നും കിട്ടി? T2, T1 ഉം Rല് ഉള്ളതായിട്ട് കിട്ടി. സോ നമുക്ക് പറയാം എന്താണ്? Therefore രണ്ടാമത്തെ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തു. Therefore R is symmetric. R is symmetric. R സിമെട്രിക് ആണെന്ന് കിട്ടി. ഇനി ലാസ്റ്റ് കണ്ടീഷൻ, ഇക്വലൻസ് റിലേഷൻ പ്രൂവ് ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസിറ്റീവ്, അല്ലെങ്കിൽ മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഇപ്പൊ ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ഈ പറഞ്ഞതുപോലെ തന്നെ ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ എന്താണ്? ഇഫ് A, B belongs to R and B, C belongs to R ആണെങ്കിൽ A, C യും എവിടെ വരണം? A, B യും belongs to R ആയിരിക്കണം. ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇവിടെ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു? 3 ട്രയാങ്കിൾസ് എടുത്തിട്ടുണ്ട്. T1, T2, T3. ഇനി അതനുസരിച്ച് നമുക്കൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. എഴുതാം. T1, നമ്മൾ എടുക്കുകയാണ്. സപ്പോസ് T1, T2 belongs to R and ഇനി T2ല് തുടങ്ങുന്ന അടുത്ത ഒരു ഓർഡേർഡ് പെയർ എടുക്കാം. T2, T3 belongs to R. T1, T2 belongs to R എന്നെടുത്തു. T2, T3 belongs to R എന്നെടുത്തു. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് T1, T2 Rലുണ്ടെങ്കിൽ T1 എന്ന് പറയുന്നത് T2വിന് കോൺഗ്രുവന്റ് ആയിരിക്കും. T1 is congruent to T2 and അതേപോലെ ഇവിടെയും പറയുമ്പോൾ T2 is congruent to T3. T2 എന്ന് പറയുന്നത് T3ക്ക് കോൺഗ്രുവന്റ് ആയിട്ട് കിട്ടി. അതായത് ഇവിടെ നോക്കാം, നമുക്ക് പറയാം T1 എന്ന് പറയുന്നത് T2വിന് കോൺഗ്രുവന്റ് ആണ്. T1 എന്ന് പറയുന്നത് T2വിന് കോൺഗ്രുവന്റ് ആണ്. പക്ഷെ T2 എന്ന് പറയുന്നത് T3ക്ക് കോൺഗ്രുവന്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം എന്താണ്? കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് ആണ്. ശരിയല്ലേ? T1 എന്ന് പറയുന്നത് T2വിന് കോൺഗ്രുവന്റ് ആണ്. പക്ഷെ T2 എന്ന് പറയുന്നത് T3ക്ക് കോൺഗ്രുവന്റ് ആണ്. അതായത് അതിൽ നിന്ന് നമുക്ക് എങ്ങനെ പറയാം? അപ്പൊ T1 is congruent to T2 is congruent to T3 എന്ന് പറയാം. അതായത് T1 ഉം T3 യും എന്താണ്? കോൺഗ്രുവന്റ് ആണ്. T1 ഉം T3 യും കോൺഗ്രുവന്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? T1, T3 എന്ന് പറയുന്നതും അപ്പൊ എവിടെ ഉണ്ടാവും? Rൽ ഉണ്ടാകും. നോക്കൂ, T1, T2 belongs to R നമ്മൾ എടുത്തു. T2, T3 belongs to R എന്ന് എടുത്തപ്പോ നമുക്കിവിടെ T1, T3 എന്ന് പറയുന്നത് Rൽ ഉള്ളതായിട്ട് കിട്ടി. Therefore നമുക്ക് പറയാം എന്ത്? Therefore R is transitive. R is transitive. അപ്പൊ ഇവിടെ R എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് ആണെന്ന് കിട്ടി, സിമെട്രിക് ആണെന്ന് കിട്ടി, ട്രാൻസിറ്റീവ് ആണെന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? Therefore, അല്ലെങ്കിൽ so R is an equivalence relation. R is an equivalence relation എന്ന് നമുക്ക് പറയാം. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. Prove that R is an equivalence relation എന്നായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് equivalence relation ആവണമെങ്കിലുള്ള കണ്ടീഷൻ നമുക്കറിയാം. equivalence relation എന്ന് പറഞ്ഞാൽ എന്താണ്? റിഫ്ലെക്സീവ് ആവണം, സിമെട്രിക് ആവണം, ട്രാൻസിറ്റീവ് ആവണം. റിഫ്ലെക്സീവ് ആവണം, സിമെട്രിക് ആവണം, ട്രാൻസിറ്റീവ് ആവണം. നമ്മളിവിടെ ഓരോന്നായിട്ട് ചെക്ക് ചെയ്തപ്പോൾ റിഫ്ലെക്സീവ് ആണെന്ന് കിട്ടി. സെക്കൻഡ് കണ്ടീഷൻ സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്തപ്പോൾ സിമെട്രിക്കുമാണ്. തേർഡ് നമ്മൾ ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കിയപ്പോൾ ട്രാൻസിറ്റീവും ആണ്. സോ നമുക്ക് പറയാം, സോ R is an equivalence relation.